wheels on the bus go blink, 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 blink. ശരിക്കും പറഞ്ഞാൽ ഇത് ആ സമയത്ത് ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ കൈരളിയുടെയും ഏഷ്യാനെറ്റിന്റെയും മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ അവർ എന്റെ അടുത്തും അതുപോലെ തന്നെ ഈ പ്രശ്നം നടക്കുന്നിടത്ത് അവരുണ്ട്. എന്നോട് വിഷയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അന്ന് തന്നെ പരാതി കൊടുത്തു. അന്ന് രാത്രി തന്നെ പരാതി കൊടുത്തതിൽ ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്, എന്നെ കാറിലിരുന്ന എന്നെയും എൻ്റെ സഹോദരന്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്, ലൈംഗിക ചുവയോടുകൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എൻ്റെ പരാതി. അല്ലാതെ സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല. ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്തു കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഈ 503 മക്കളെ ഉള്ളൂ. KSRTC ബസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരും ഈ KSRTC ഡ്രൈവർമാരുടെ ഭാഗമൊന്നും കേൾക്കാൻ പോയിട്ടില്ല. പല അപകടങ്ങളുണ്ടായി, പല വിഷയങ്ങളുണ്ടായപ്പോൾ ഒരു കേസിലും ഇതിനു മുമ്പുള്ള ഒരു കേസിലും KSRTC ഡ്രൈവർമാരുടെ ഭാഗമേ നമ്മൾ കേട്ടിട്ടില്ല. തനിക്ക് ചാവ ഇൻഷുറൻസ് ഉള്ള വണ്ടി ഒന്നും കിട്ടിയില്ലടോ. അത് ശരി, വണ്ടി ഒന്ന് കയറ്റിട്ട് ഇൻഷൂർ ചെയ്യാൻ നോക്കണം. താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഞാൻ റോഡ് നോക്കി തന്നെ വണ്ടി ഓടിക്കുന്നത്. ജനപ്രതിനിധികൾക്കെതിരെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ ജനപ്രതിനിധികൾക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരണമെന്നുള്ള ബോധപൂർവമായ ശ്രമം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചാട്ടെ, വിറ്റാൽ നല്ല വില കിട്ടും. എനിക്കിത് വിൽക്കാനും വാങ്ങാനൊന്നും സമയമില്ല. അതല്ല, ബസ്സിന് മുന്നിൽ, അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു. ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയും അതിനുശേഷം ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത്. എങ്ങനെ ഇരിക്കണം?